നമസ്കാരം. നമസ്കാരം. അപർണ അശോകൻ. അതെ. ചെങ്ങന്നൂർ സരസിൽ ഈയിടെ നമ്മുടെ മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ആദരവ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അന്ന് ആക്ച്വലി ഞാൻ ഫോർ യു ഇവൻസിൻ്റെ ഒരു പ്രോഗ്രാമാണെന്ന് ചെയ്തത്. അപ്പം ഷാജോൺ ചേട്ടൻ ലീഡ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു അന്ന് ചെയ്തിരുന്നത്, കലാഭവൻ ഷാജോൺ. അപ്പം നോർമലി ഷോസ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ചെങ്ങന്നൂർ ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പാടുന്ന ഒരാളാണെന്നോ. അങ്ങനെ ചെങ്ങന്നൂർ അങ്ങനെ അധികം ആർക്കും അറിയില്ലായിരുന്നു. അപ്പം അന്ന് ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇങ്ങനെ രവിചേട്ടൻ ആണ് ഫോർ യു ഇവൻസിൻ്റെ ഷോ ഡയറക്ടർ രവിചേട്ടനാണ് അന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ ഇങ്ങനെ ചെങ്ങന്നൂർക്കാരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നുന്നു സജയങ്ങളും ഇങ്ങനെ അറിയുന്നത്. അങ്ങനെയാണ് വിളിച്ച് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് അങ്ങനെ ഒരു പൊന്നാടയൊക്കെ അടിയിച്ച് ചെങ്ങന്നൂരിലെ 200 പ്രതിഭകളെ ആദരിക്കുന്ന കൂട്ടത്തിൽ ആദരിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ആക്ച്വലി അന്ന് സംസാരിച്ചത് എന്താണെന്നോ പറഞ്ഞത് എന്താണെന്നോ ഭയങ്കര ഫീബിളായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. ബിക്കോസ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയായിരുന്നു. അത് കാരണം എന്താ ആ സിറ്റുവേഷനിൽ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ധാരാളം വേദികളിൽ പാടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ശരിയായിട്ടും ആരുടെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട്? ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോസ് ജാസി ചേട്ടൻ്റെ കൂടെ, ജാസി ഗിഫ്റ്റ്, മധു ബാലകൃഷ്ണൻ, അഫ്സലിക്ക, അൻവറിക്ക, സുദീപ് ഏട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്. ശരി. ഈ കഴിഞ്ഞ വർഷം എത്ര വേദികൾ? അയ്യോ അങ്ങനെ കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഫെബ്രുവരി മാർച്ച് ഒക്കെ സീസൺ അല്ലേ? ടൈറ്റ് ഷെഡ്യൂൾ. ശരി. ഡെയിലി ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ എവിടെ പോയിരിക്കുകയായിരുന്നു ദൂരെ, അതും പ്രോഗ്രാമിന് വേണ്ടി പോയി. അതെ. ഇത് തന്നെയാണ് പ്രൊഫഷൻ, ഇപ്പൊ സിംഗിങ് തന്നെയാണ് പ്രൊഫഷൻ. ശരി. ഞങ്ങള് ചെങ്ങന്നൂരിന്റെ ഒരാളാണ്, പക്ഷെ ഞങ്ങൾക്കാർക്കും അറിയില്ല ഇങ്ങനെ ഒരാള് ഇവിടെ ഒരു പാട്ടുകാരി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അച്ഛൻ പാടും. അച്ഛനെ വിളിക്കാം, അച്ഛനെ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടത്തില്ല? അപർണ അശോകന്റെ പിതാവ് അശോകൻ ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്. നമുക്കൊന്ന് പാടി നോക്കാം. നിങ്ങൾക്ക് രണ്ടും കൂടെ നമുക്കൊരു പാട്ട് പാടി നോക്കാം. പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി സുഗതമീ നാളിൽ. പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി വർണ്ണദീപശോഭയിൽ വന്ന മോഹകന്യകേ, മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൻ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഇനി ഏത് പാട്ടാ പാടുന്നത് നിങ്ങൾ രണ്ടുകൂടെ? അവളല്ലേ വലിയ ഫേമസ്, അവള് തന്നെ പാടട്ടെ. അടിമഴை வருவதில் நனைவோமே, குளிர் காய்ச்சலோடு சேரும் ஒரு போர்வைக்குள் இரு தூக்கம். குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்து கூட அன்பே மனம் அதைதான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் முன்னாடைக்குள்ளே நான் வேண்டும். ഞാനൊരു 6 years പഠിച്ചിട്ടുണ്ട് ആക്ച്വലി. അത് പല ഗുരുക്കന്മാരുടെ അടുത്തായിട്ടാണ് മാറിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോളേജിൽ പോയിട്ട് അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്, അല്ലാതെ സ്റ്റഡീസിന്റെ ഞാൻ ആക്ച്വലി M.Com കഴിഞ്ഞത്. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അതൊക്കെ റിസൈൻ ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ്ലി സിംഗിങ് തന്നെയാണ് പ്രൊഫഷൻ. അപ്പം മിക്കവാറും ഒരു മാസത്തിൽ ഏകദേശം എത്ര പരിപാടി ചെയ്യാറുണ്ട്? ഒരു മാസത്തിൽ 31 പരിപാടി ചെയ്യാറുണ്ട്. ചിലപ്പോൾ 35 പരിപാടി, 40 പരിപാടി അടിച്ച്. ചിലപ്പോ അങ്ങനെ നമ്മള് ഈ ചെങ്ങന്നൂർക്കാർ ഉദ്ദേശിക്കുന്നവരല്ല, വലിയ താരമാണ്, നമുക്കറിയാൻ വയ്യാതെ പോയി. ശരിയായിട്ട് ഈ സരസ് വേണ്ടി വന്നു നമ്മുടെ കലാകാരന്മാരെ നമുക്ക് തിരിച്ചറിയാനായി. ഒരു സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കണക്കൂട്ടിയ 31 ഒരു 36 38 പ്രോഗ്രാം വരെ ഒരു മാസത്തിൽ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, വൈകിട്ടും രാവിലെ ഒക്കെ ആയിട്ട്. അപ്പം 365 ദിവസവും 400-ലധികം പരിപാടികൾ നടത്തുന്ന ആളെന്ന് പറഞ്ഞു തന്നത് അതല്ലേ? അതാണ്
അത് ഇപ്പൊ അങ്ങനെയല്ലേ, ഇപ്പൊ ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല എന്നാലും ആവറേജ് നോക്കാം. തുടക്കത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ശരി. ഇനി കേരളത്തിൽ പാടാൻ എല്ലാ പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ കൂടെ പാടിക്കഴിഞ്ഞു. ശരി. ഇനിയിപ്പോ നമുക്ക് സിനിമയിലൊന്ന് പാടാനുള്ള അവസരങ്ങൾ വല്ലതും മുന്നേ വന്ന് ഇപ്പൊ ഉണ്ടോ? വരുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ? ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് വരും. ഇപ്പൊ നമ്മൾ എവിടെ അറിയുന്നു, ചെങ്ങന്നൂരുകാർ അറിയുന്നു. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും അറിയട്ടെ. ഓൾറെഡി യൂറോപ്പിലും ഗൾഫിലും ഒക്കെ പോയി കഴിഞ്ഞു. ശരി. യൂറോപ്പിലൊക്കെ പോയി അബ്രോഡ് ഷോസ്. ഞാനിപ്പം ഒരു 2 months ബാക്ക് അയർലൻഡ്, UK പോയിരുന്നു. മാർച്ച് ഓസ്ട്രേലിയ. അപ്പൊ മോള് രണ്ടുപേരും പാടാം. മീൻ പിടിത്ത് വീണ്ടും ആറ്റുവിടാസെ വാനവില കൊഞ്ചും ഒടുത്തുകൊള്ളാസെ പനിത്തുള്ളൂർക്കു നാനും പടുത്തുകൊള്ളാസെ അമ്മയുടെ പ്രോഗ്രാം ഒക്കെ കാണാൻ വേദിയിൽ പോയി കണ്ടിട്ടുണ്ടോ? അയ്യോ, വേദി കിടന്ന് ഭയങ്കര ഡാൻസാ, തലകുത്തി മറിയും, ഭയങ്കര ഡാൻസ് കാരിയാ. ശരി. അമ്മ പാടുമ്പോ സ്റ്റേജ് മോള് പാടും, ഡാൻസാ. ഇവിടെ താഴെ ഡാൻസ് ചെയ്യുമ്പോൾ ഇവിടെ മൈക്ക് എടുത്തിട്ട് താഴെ വരും. ചെങ്ങന്നൂർ സരസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കലാകാരി നമ്മൾ അറിയുന്നത്. അപ്പം ഇനി കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ 200 പേരെ ആദരിക്കുന്ന കൂട്ടത്തിൽ അശോകന്റെ മകളെ കൂടെ ആദരിക്കുന്നു. ഒരു വളരെ സന്തോഷമുണ്ട്. കാര്യത്തിൽ വളരെ ഒരു സന്തോഷമല്ല, അഭിമാനമാണ്. ഒരു സംഗീത കുടുംബമാണ് അവരുടേത്. അതിലെല്ലാം പാടുന്നുണ്ട്. പാരമ്പര്യമായിട്ട് സംഗീത കുടുംബം ആണല്ലേ? അച്ഛൻ പാടുമായിരുന്നു. അച്ഛനെ അമ്മയുടെ ആങ്ങള വലിയ സംഗീതജ്ഞനായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ സംഗീതജ്ഞനായിരുന്നു. അച്ഛൻ്റെ അനിയന്മാരെല്ലാം വലിയ പാട്ടുകാരായിരുന്നു. അശ്വൻ ശരിയായിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഇപ്പം നമ്മുടെ അമ്മ മലയാളത്തിന്റെ ഒരു ഗ്രൂപ്പിൽ ഇപ്പം പാടിക്കൊണ്ടിരിക്കുക. അമ്മ മലയാളം ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ഒരെണ്ണമുണ്ട് നമ്മുടെ. പിന്നെ ഇതിന്റെ ഞായറാഴ്ചകളിലുള്ള പ്രോഗ്രാമുകൾ, പിന്നെ വെളിയിൽ പ്രോഗ്രാമുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. குளிர் காய்ச்சலோடு சேரும் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்து கூட அன்பே மனம் அதைதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும் சில சமயம் விளையாட்டாய் முன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்குள் உன் பொன்மை